അവൾക്കൊരു നല്ല ബന്ധം നമ്മൾ മുന്നിട്ടിറങ്ങി കണ്ടെത്തി കൊടുക്കണം. അവളതിന് തയ്യാറാവുമെന്ന് വിശ്വട്ടൻ കരുതുന്നുണ്ടോ? പിന്നെ അവളൊന്നും കല്യാണം കഴിക്കാതെ ജീവിക്കുമെന്നാണോ ജയന്തി പറയുന്നത്? എനിക്ക് തോന്നുന്നത് അവളിനി കല്യാണത്തിന് തയ്യാറാവില്ല എന്നാ. ഒരമ്മയാ അവള്. അറിഞ്ഞു വെച്ച് മറ്റൊരാളെ ചതിക്കാൻ അർച്ചനെ പോലൊരു പെണ്ണിന് സാധിക്കില്ല. കല്യാണം കഴിക്കുന്ന ഒരാളിനോട് എല്ലാം ഏറ്റുപറയാൻ കഴിയും അവൾക്ക്. ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായി വരും. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇനിയൊരു വിവാഹ ജീവിതം വേണ്ടെന്നേ അവള് കരുതും. എങ്കിലതൊരു ട്രാജഡി തന്നെയാണ്. അതിലെന്താ സംശയം? എന്റെ മനസ്സിനെ നീട്ടിക്കൊണ്ടിരിക്കുന്നതും അതുതന്നെയാ. എന്നും ഒരു വേദനയായി അർച്ചന നമ്മുടെ മുന്നിലുണ്ടാവും. അവളെ ഒരു കല്യാണത്തിന് നിർബന്ധിക്കാതിരിക്കാൻ നമുക്കാവില്ല. സുധിയുടെയും നിരഞ്ജനയുടെയും നല്ല ജീവിതത്തിന് വേണ്ടി ഒരുപക്ഷെ അവളുടെ കല്യാണത്തിന് സമ്മതിച്ചാലും അവളെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. അത് നടക്കാൻ പോകുന്നില്ല വിശ്വട്ട. സുധിയും നിരഞ്ജനയും കുഞ്ഞും ഒരു ഭാഗത്ത് ജീവിക്കും. പക്ഷേ സുധിയുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവില്ല. ഒരിക്കലും മനസ്സ് തുറന്ന് നിരഞ്ജനെ സ്നേഹിക്കാൻ സുധിക്ക് കഴിയില്ല. അവളെ അവൻ ചതിക്കുകയാണെന്ന് നമുക്കറിയില്ലേ? ഒന്നും അറിയാതെ അവന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം തുള്ളി അവളെ ജീവിക്കും. മറുവശത്ത് അർച്ചനയും. നമ്മുടെ മോൻ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സമാധാനം ഉള്ളത്? ജയന്തി പറഞ്ഞു വരുന്നത് എന്താ? സുധി അർച്ചനയും ഒന്നിച്ചുള്ള ജീവിതം ഞാൻ മോഹിച്ചു പോവാ. ജയന്തി, എന്റെ മോനെ അറിയുന്ന അവന്റെ അമ്മയായി പോയില്ലേ ഞാൻ? ഇത് ഞാൻ യൂസ് ചെയ്ത നിരഞ്ജനയുടെ സിം കാർഡാ. സാർ ഇത് അവളെ ഏൽപ്പിക്കണം. ഇനി ആലീസ് ഇല്ല. മറ്റുള്ളവരുടെ ഓർമ്മകളിൽ നിന്ന് പോലും അത് മാഞ്ഞു പോണം. നിരഞ്ജനയുടെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോയിന്ന് വരും. ഒരു വീട്ടു ജോലിക്കാരി. അതിനപ്പുറം ഒന്നും ആലീസ് നിരഞ്ജനയ്ക്ക് ആരുമല്ല. അങ്ങനെ തന്നെ ആയിരിക്കണം സർ. ഈ സിം കാർഡിനെ പറ്റി നിരഞ്ജന പറയുമ്പോൾ സാർ ഇത് അവളെ ഏൽപ്പിച്ചാൽ മതി. ഞാനിത് കൊടുക്കാം. പക്ഷേ വിശ്വനാഥ് സാറിനും ജയന്തി മാഡത്തിനും അർച്ചനയെ മറക്കാൻ കഴിയുമോ? ഇനി അവരെന്നെ അന്വേഷിച്ച് വരരുത്. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല സർ. എന്റെ കാര്യത്തിൽ വിശ്വനാഥൻ സാറ് അമിതമായി ഉത്കണ്ഠ കാണിക്കുന്നുണ്ട്. കുറ്റബോധമോ പശ്ചാത്താപമോ എന്തൊക്കെയുണ്ടാ മനസ്സിൽ. അത് പിന്നെ അവർക്കുണ്ടാവാതിരിക്കുമോ? എനിക്ക് അവരുടെ സഹതാപം വേണ്ട സർ. ഒരു സഹായവും വേണ്ട. എന്നോട് കനിവും കാരുണ്യവും കാണിച്ചത് സാറ് മാത്രമാണ്. ഒരു കാലത്ത് ഞാനത് മറക്കില്ല. എന്റെ സുഖദുഃഖങ്ങൾ വന്ന് പറയാൻ എനിക്ക് സാറ് മാത്രം മതി. എന്നെ വിളിച്ച് കിട്ടാതെ വരുമ്പോ വിശ്വനാഥൻ സാറ് ഫൈസ സാറിനെ വിളിച്ചോന്ന് വരും. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെയുണ്ടെന്ന് സാർ അവരോട് പറയരുത്. വിശ്വനാഥ് സാറിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ലെന്ന് അർച്ചനയ്ക്ക് അറിയില്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം. അർച്ചന അത് ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാം. സാർ അങ്ങനെ തന്നെ പറഞ്ഞോളൂ. പഴയ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കാൻ ആരും വരരുതെന്ന് സാർ പറയണം. സുധി മിക്കവാറും ലീവ് ക്യാൻസൽ ചെയ്ത് ജോലി കയറും. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല സർ. ആ, പുതിയ നമ്പർ കിട്ടിയിട്ട് ഞാൻ സാറിന് അയച്ചു തരാം. എന്നാ ഞാൻ പോട്ടെ സർ. അർച്ചന ചെല്ലേ. സജിയുടെ വീട് തന്നെ ഇത്? അതെ. ആരാന്ന് മനസ്സിലായില്ല. നാങ്ക വന്നത് തമിഴ്നാട് പോലീസ്. நீங்க சஜிக்கு யாரு? അവന്റെ അമ്മയാ ഞാൻ. എന്താ സാറേ? അവനെ കൂപ്പിടുക. അവൻ ഇവിടെ ഇല്ല. വല്യച്ഛന്റെ വീട്ടിൽ പോയിരിക്കുക. അതിനാൽ തന്നെ കൂപ്പിടുക. അത് കുറച്ച് ദൂരത്താ സാറേ. എന്താ സാറേ അവനെ അന്വേഷിച്ചു വന്നത്?
செவள ராகு என்ற ஆளை போலீஸ் கஸ்டடியில எடுத்திருக்காங்க. அது உங்களுக்கு தெரியுமா? ചെവളയ്ക്കും സജിക്കുള്ള തുടർബ് എന്നെ എங்களுக்கு തെരിയണം. അയ്യോ, എന്റെ മോൻ അയാളുമായിട്ട് ഒരു ബന്ധമില്ല സാറേ. தொடர்பு இல்லாதனாலதா அவங்க രണ്ടുപേരും ഒരേ കേസിൽ കുറ്റവാളിയാണെങ്കിലാ. അയാള് ഇവിടെ വന്നുണ്ടായ പരിചയോ സാറേ? അയാൾ ആരാ എന്താണെന്നൊന്നും അറിയാതെയാ എന്റെ മോനുമായി അടുത്തത്. ഞാൻ പറയുന്നത് സത്യം സാറേ. ഇവിടെ വച്ചല്ലാതെ അവൻ അയാളെ കണ്ടിട്ട് പോലും ഇല്ല. 4-5 കൊലക്കേസിലെ കുറ്റവാളി അവനോட മൊത്ത കണക്ഷനും എങ്ങൾക്ക് തെരിഞ്ചി ആകണം. അയ്യോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അവനെ നീങ്ക സീക്രമാ കോയമ്പത്തൂർക്ക് അനുപ്പി വെക്കണം. കുറ്റവാളിയാ ഇല്ലേ എന്നത് അങ്ക വന്ന പിറകെ മുടിവ് പണലാം. പുരിഞ്ഞതാ? എന്താക്കെ ഇത് പിടിങ്ക. നേരം കാലമല്ല ഇതിലെ ഇருக்கு. வந்து சேரலன்னா அரசு வாரண்ட் வரும். കണ്ടില്ലേടാ, നിന്നെ തേടി ഇനി എവിടുന്നൊക്കെ പോലീസുകാർ വരുമെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇതാ പിടിക്ക്. എന്നെ ഇനി ഒന്നിനും പ്രതീക്ഷിക്കണ്ട. അമ്മ അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ഞാനിപ്പോ അമ്മയുടെ മുന്നിൽ നിൽക്കാനുള്ള കാരണം തന്നെ അറിയാലോ. സുധീൻ നിരഞ്ജനെയും ഒരു കുടുംബമായി ജീവിക്കുകയല്ലേ മോനെ. നീ ഇപ്പോ ചെയ്യുന്നത് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ. ഒരു കുടുംബം തകർത്തിട്ട് നിനക്ക് എന്ത് നേടാനാ? അർച്ചനെ കണ്ടെത്തണമെന്ന് സുധി ആഗ്രഹിക്കുന്നത് അവൾക്കൊപ്പം ജീവിക്കാനല്ല. അമ്മ അത് മനസ്സിലാക്കണം. അവൻ അവളെ ചതിച്ചെന്ന് അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി കൊടുക്കാനെങ്കിലും അവൻ ആഗ്രഹിക്കില്ലേ? അവന്റെ മനസ്സിലും അതേ ഉള്ളൂ. അതിനുവേണ്ടിയാ അവനെ സഹായിക്കാമെന്ന് ഞാനും ഏറ്റത്. അല്ലാതെ നിരഞ്ജനെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവളെ സ്വന്തമാക്കാനല്ല. അവനത് ആഗ്രഹിച്ചാൽ തന്നെ അർച്ചന അവന്റെ കൂടെ നിൽക്കുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? സുധിക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും അർച്ചനയുടെ ഭാഗത്തു നിന്ന് അതുണ്ടാവില്ല. എനിക്കറിയാം. അച്ഛനും മകളിലും അർച്ചനെ പറ്റി നല്ല അറിവുണ്ടെന്ന്. ഇതുവരെ അവൾ എവിടെയുണ്ടെന്ന് അവർക്കറിയില്ല. പല സ്ഥലത്തും തെരഞ്ഞു നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മനസ്സിലായത് ചെന്നൈയിൽ ഏതോ കമ്പനിയിൽ അവൾ ജോലി ചെയ്യുന്നുണ്ടെന്നാ. നിന്റെ അച്ഛനും വിശ്വേട്ടനും തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞിനെ അബോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? ഞാനത് വിശ്വസിക്കുന്നില്ല. അർച്ചന പ്രസവിച്ചിട്ടുണ്ട്. സത്യത്തിൽ ജയന്തിക്കും അതറിയാം. ഇപ്പൊ ഭ്രാന്ത് പിടിച്ചുള്ള ഓട്ടം തന്നെ അതറിഞ്ഞതുകൊണ്ടാ. അതമ്മയുടെ ഊഹം മാത്രം. അച്ഛൻ അങ്ങനെ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞോ? എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലത് വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, സുധി നിന്നെ വിളിക്കാറുണ്ടോ? 2 ദിവസമായി അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അർച്ചനെപ്പറ്റി എനിക്കെന്തെങ്കിലും ഒരു വിവരം കിട്ടിയെന്ന് അവൻ അറിഞ്ഞാൽ സുധി ഉടനെ ഇവിടെ എത്തും. നീ ഇപ്പോ എല്ലാവരുടെയും കണ്ണിൽ കരടാവും പോവോ മോനെ? എനിക്കതറിയാമേ. ഒരു നിമിഷം എനിക്ക് പറ്റിപ്പോയൊരബദ്ധം. അവിടെയാ 2 ജീവിതങ്ങൾ തകിടം മറിഞ്ഞത്. ഇനി ആര് തരുന്ന സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട. പിന്നെ അർച്ചനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അമ്മ എന്നെ അറിയിക്കണം. ഇപ്പോ ജയന്ത് ചിന്തിച്ചു തുടങ്ങിയത് ആ വഴിക്കാൻ. അവൾക്ക് ഏറ്റവും യോഗ്യയായ മരുമകൾ അർച്ചനയാണെന്ന്. ഇതൊക്കെ കൊണ്ടാ അന്ന് അളിയൻ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയെന്ന് ഞാൻ പറഞ്ഞത്. അർച്ചനയെ ജയന്തിക്ക് മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഒരു രാത്രി അവൾക്ക് താമസിക്കാൻ ഒരു ഹോട്ടൽ മുറി അറേഞ്ച് ചെയ്ത് കൊടുത്താൽ പോരായിരുന്നോ? ചെയ്തത് മണ്ടത്തരമായി പോയെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ജയന്തി ഒന്നും ഒളിച്ചു വയ്ക്കാൻ എനിക്കിനി കഴിയില്ല. പക്ഷേ വലിയ തിരിച്ചടികളാ ഇനി ഉണ്ടാവാൻ പോകുന്നത്. എന്ത് തിരിച്ചടി? ഒന്നുമില്ല. അർച്ചന ഒരു ഭീഷണിയല്ലെന്ന് മനസ്സിലായതോടെയാണ് അളിയന് ഈ കാണുന്ന മാറ്റമുണ്ടായത്. അവൾ നമുക്കൊരു ഭീഷണിയല്ലെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഇനി പ്രശ്നങ്ങൾക്ക് വഴിമരുന്നിടാൻ പോകുന്നത് ജയന്തിയാ. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. പഴയ സമീപനമാണ് സുധിക്ക് നിരഞ്ജനോടുള്ളതെങ്കിലോ
ജയന്തി സുധിയെ വിളിച്ചു വരുത്താൻ താല്പര്യം കാണിച്ചത് നിരഞ്ജനയിൽ ഒരു കുഞ്ഞെന്ന് ആഗ്രഹം വെച്ച. പക്ഷേ സുധിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുമെന്ന് അളിയന് തോന്നുന്നുണ്ടോ? ശബരി അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് പിന്നാലെ പോന്നത് എന്തിനാ? ജയന്തിയോ അളിയനോ ആഗ്രഹിക്കുന്ന പോലെയൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. നിരഞ്ജനയോട് സുധി നീതി കാണിക്കില്ല. അവൻ ഇനിയും ചതിക്കും. അതിൻ്റെ എല്ലാം പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് ജയന്തിയായിരിക്കും. നിരഞ്ജനേക്കാൾ നല്ല മരുമകൾ അർച്ചനയാണെന്ന് വിശ്വസിക്കുന്ന ജയന്തിയുടെ പിന്നീടുള്ള മനോഭാവം എന്തായിരിക്കും? സുധി ഒരു ഡൈവേഴ്സൽ കൊണ്ടെത്തിക്കാനേ അത് വഴിവെക്കൂ. നിരഞ്ജനെ തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. അതൊരു നിരപരാധിയെ പെണ്ണിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും. അതിനളിയൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ പക്ഷം എന്നും നിരഞ്ജനയ്ക്കൊപ്പമായിരിക്കും. സംഭവിച്ചതെല്ലാം സംഭവിച്ചളിയ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അർച്ചനയെ ജയന്തിയുടെ കൺവെട്ടത്തു നിന്നും മറച്ചു നിർത്തണം. സുധി എങ്ങനെ ജീവിച്ചു പോയാലും അവൻ്റെ ഭാര്യ നിരഞ്ജന തന്നെയായിരിക്കണം. എത്ര കാലമെന്ന് വെച്ചാൽ വീട്ടിലിങ്ങനെ ചടഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആശാൻ എൻ്റെ കൂടെ വാ, ആ സീറ്റിലൊന്ന് ഇരുന്ന് തന്നാ മതി. ഞാനിത് അർച്ചനയോട് പറഞ്ഞതാ അശോക, അവൾ സമ്മതിക്കണ്ടേ? എന്താ എന്നെ പറ്റി ഒരു സംസാരം? രായപ്പൻ ചേട്ടൻ എൻ്റെ കൂടെ വണ്ടി വന്നോട്ടെ, വണ്ടി ഞാൻ ഓടിക്കാം. അർച്ചന സമ്മതം പറഞ്ഞാൽ മാത്രം മതി. അത് പിന്നെ വണ്ടിയിൽ വലിഞ്ഞു കയറാനോ ഇറങ്ങാനുള്ള ആരോഗ്യസ്ഥിതിയൊന്നും ചിറ്റപ്പൻ ഇതുവരെ ആയിട്ടില്ല അശോകൻ ചേട്ടാ. വളയം പിടിച്ചു തന്നെയാ ചിറ്റപ്പൻ ഇതുവരെ കുടുംബം പോറ്റിയത്. അതൊരു മോശം ജോലിയാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. പിന്നെ അശോകൻ ചേട്ടന്റെ പ്രായമൊന്നും അല്ലല്ലോ ചിറ്റപ്പന്. ഒരു പ്രായം കഴിഞ്ഞ വിശ്രമ ജീവിതമല്ലേ അശോകേട്ട മനുഷ്യർക്ക് വേണ്ടത്. അതിനുള്ള പ്രായമൊന്നും ആശാനായിട്ടില്ല. ചിറ്റപ്പൻ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ മക്കളെ വളർത്താൻ വേണ്ടിയാ. മക്കള് വളർന്നാ പിന്നെ വേണ്ടത് വിശ്രമ ജീവിതമല്ലേ. ഇനി പഴയതുപോലെ 1-2 ആഴ്ച നീളുന്ന ഓട്ടത്തിനൊന്നും പോവാൻ പറ്റില്ല. പ്രായമായ 2 പെൺമക്കളാ വീട്ടില്. അർച്ചന പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആശാനെ വെറുതെ വീട്ടിൽ പിടിച്ചിരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതൊരു ശിക്ഷ തന്നെയാണ്. വെറുതെ മുഷിഞ്ഞിരിക്കണമെന്ന് ഞാനും പറയുന്നില്ല. ഒരു ഷോപ്പ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ചിറ്റപ്പനൊന്നും പറഞ്ഞില്ലേ? അതൊക്കെ ചില്ലറ കാശുകൊണ്ട് നടക്കുന്ന കാര്യമാണ് മോളെ. അതാ ഞാൻ അശോകനോട് പറയാതിരുന്നത്. എന്ത് ഷോപ്പ് തുടങ്ങണമെന്നാ അർച്ചനയുടെ മനസ്സിൽ? ഈ വണ്ടിയുടെ പാർട്സ് ഒക്കെ വിൽക്കുന്ന കടയില്ലേ, അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിറ്റപ്പൻ അറിയാവുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. അത് കൊള്ളാം ആശാനെ. തെന്മലയിലോ കുളത്തുപുഴയിലോ ഒരു ഷോപ്പ് തുടങ്ങാൻ കഴിഞ്ഞാൽ നല്ല ബിസിനസ് നടക്കും. എങ്കില് അതിന് പറ്റിയൊരു കടമുറി അശോകൻ ചേട്ടൻ കണ്ടുവെക്കേ. ജോലി കിട്ടിക്കഴിഞ്ഞാ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പണം ഞാൻ കണ്ടെത്തിക്കോളാം. അത് പിന്നെ എനിക്ക് മുമ്പേ കാലം നീട്ടണോ മോളെ? ഇന്നത്തെ കാലത്ത് നേരവും കാലവും നോക്കി ഒന്നും നടക്കില്ല ചിറ്റപ്പ. ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാ വരുമാനം ഉണ്ടാവില്ലേ? പതുക്കെ നമുക്ക് കടമൊക്കെ വീട്ടിയെടുക്കാം. കുറച്ച് പ്രാരാബ്ധമൊക്കെ തുടക്കത്തിൽ കാണും. എങ്കിലേ രക്ഷപ്പെടണമെന്നൊരു തോന്നലുണ്ടാവും. അർച്ചന പറയുന്ന ശരിയാശാനെ. ഒരു കടമുറി എടുത്തു കഴിഞ്ഞാൽ കുറേശ്ശെ കച്ചവടം വലുതാക്കിയെടുക്കാം. നഷ്ടം വരാത്ത ബിസിനസ്സാ. സത്യം പറയാലോ, അർച്ചനയ്ക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നു ഞാൻ കരുതിയില്ല. ഞാൻ ആലോചിച്ചിട്ട് വണ്ടിപ്പണി കഴിഞ്ഞാൽ മടുപ്പില്ലാതെ ചിറ്റപ്പന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഇത് തന്നെയാ. അതാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അശോകേട്ടൻ നേരം കിട്ടുമ്പോൾ ഒരു കടമുറി കണ്ടെത്താൻ ശ്രമം നടത്തണം. അപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടും. ഞാൻ കണ്ടുപിടിക്കാം. കുളത്തുപുഴയാ നല്ലത്. ഒഴിഞ്ഞിടക്കുന്ന 1-2 കടമുറികൾ അവിടെ ഉണ്ട്. അഞ്ചൽ റോഡിലാ. ഞാനൊന്ന് മുട്ടി നോക്കട്ടെ. അർച്ചന ഒരു സാധാരണ പെണ്ണല്ല ആശാനെ. എന്തൊക്കെ പറഞ്ഞാലും ഭാഗ്യമുള്ളവനാ ആശാൻ. ഭാഗ്യം എന്റേതല്ല അശോക, അർച്ചനയുടേതാ. അവള് ഈ കുടുംബത്തിന് വിളിച്ചോ? ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കാം.
എന്തായാലും നീ പോയിട്ട് വന്നിട്ട് എന്നെ ഒന്ന് വിളിക്ക്. ശരി, ഓക്കെ. സുധി, നന്ദി കേട്ടവളാ ആലീസ്. പോയിട്ട് ഒരു തവണ പോലും എന്നെ ഒന്ന് വിളിക്കാൻ അവൾക്ക് തോന്നിയില്ലല്ലോ. നിരഞ്ജന അവളെ വിളിച്ചോ? ദേഷ്യം തോന്നിയെങ്കിലും ഞാൻ വിളിച്ചില്ലെന്നാണോ സുധി കരുതുന്നത്? ഞാൻ വിളിച്ചപ്പോഴൊക്കെ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. മരണം കഴിഞ്ഞ സാഹചര്യമല്ലേ? എന്നിട്ടാണോ അവൾ ഫൈസിയെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞത്? സ്നേഹ എന്നോട് പറഞ്ഞല്ലോ. അടക്കം കഴിഞ്ഞിട്ടാ ഞാൻ വിളിച്ചത്. അവൾ ഉപേക്ഷിച്ചിട്ട് പോയ കുഞ്ഞിവിടെ ഉണ്ടോന്നെങ്കിലും അവൾക്കൊന്ന് അറിയണ്ടേ? സാമാന്യ മര്യാദയല്ലേ അത്? ഇപ്പോഴും റിങ് ചെയ്യുന്നുണ്ടോ ഫോൺ? സ്വിച്ച് ഓഫാ പറയുന്നേ. താനത് വിട്ടുകളഞ്ഞേക്ക്. സെർവൻസിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. സുധി, ഞാനൊരു മണ്ടത്തരം കാണിച്ചു. അവളുടെ സിം കാർഡ് കേടായപ്പോൾ പാവം തോന്നി ഞാൻ ഒരു സിം കാർഡ് കൊടുത്തു. അത് സുധിയുടെ സിമ്മായിരുന്നു. അതും കൊണ്ടാണ് അവളെ പോയത്? അതെ. നിരഞ്ജനെ കാണിച്ചത് ബുദ്ധിമോശം തന്നെയാ. അത് മതി ഓരോരോ പുലിവാല് പിടിക്കാൻ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ കരുതിയതാണോ? ഞാനത് തിരിച്ചു വാങ്ങാം. ഫൈസിയെന്ന് എനിക്കത് വാങ്ങിക്കൊണ്ട് തരേണ്ടി വരും. അയാളെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. പോലീസുകാരല്ലേ, കാര്യത്തിന്റെ ഗൗരവം അയാൾക്ക് മനസ്സിലാവും. ആ പിന്നെ എന്റെ ട്രാൻസ്ഫർ ഉടനെ ഉണ്ടാവും എന്നുള്ളൊരു സൂചന കിട്ടിയിട്ടുണ്ട്. എറണാകുളത്തേക്കാവില്ലേ? അതെ. നാളെ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അങ്ങോട്ട് ചെന്നില്ലെന്ന് അമ്മയുടെ പരിഭവം മാറും. എറണാകുളത്തെ വീടിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. അർച്ചനയ്ക്ക് എന്നോട് വിരോധമുണ്ടെന്ന് എനിക്കറിയാം. അത് പ്രമീള ചേച്ചിയുടെ തോന്നല. എനിക്കൊരു വിരോധമില്ല. അർച്ചന വന്നതറിഞ്ഞ് ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷേ അങ്ങോട്ട് വരാനുള്ള ധൈര്യമില്ലായിരുന്നു. എന്തായാലും ദൈവസന്നിധിയിൽ പോകുന്ന വഴിക്ക് അത് സാധിച്ചല്ലോ. എന്റെ മോൻ വഴിതെറ്റിപ്പോയി. ഒരു കണക്കിന് അതിന് കാരണക്കാരി ഞാൻ തന്നെയാ. അമ്മ തല്ലി വളർത്താത്തതെന്താന്ന് അവനെന്റെ മുഖത്ത് നോക്കി ചോദിച്ചത്. കഴിഞ്ഞ തവണ ഞാൻ വന്നിട്ട് പോയപ്പോ സജിയെ ഞാൻ വഴി വെച്ച് കണ്ടിരുന്നു. എന്നോടവൻ പറഞ്ഞു, ചെവിള വന്ന വിവരം രാജപ്പൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞത് അവനാ. ഇപ്പോ കൂട്ടുകെട്ടിനൊന്നും പോവാതെ അടങ്ങി ഒതുങ്ങിയ കഴിയുന്നേ. എന്റെ ഭർത്താവ് ഇപ്പോ ഗൾഫിലെ ജയിലില്ല. ഇവളുടെ പ്രായത്തിൽ ഒരു പെങ്കൊച്ചുകൂടിയുണ്ട്. അവളും ഇപ്പൊ വീട്ടിലുണ്ട്. ഇനി ആകെയുള്ള ആശ്രയം മോന്. അവനൊരു മാറ്റം വന്നെങ്കിൽ പ്രമീളേച്ചി സമാധാനത്തിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവന്റെ ഭാഗത്തു നിന്ന് ഇനി ഒരു തെറ്റും ഉണ്ടാവില്ല. പക്ഷേ ചെയ്തു പോയ തെറ്റുകൾ മായ്ച്ചു കളയാൻ പറ്റുമോ? ഇന്നലെ തമിഴ്നാട് പോലീസാണെന്നും പറഞ്ഞ് 2 പേര് വന്നിരുന്നു. ചെവിള രാഘവനും അവനും തമ്മിലുള്ള ബന്ധം അന്വേഷിച്ചാ വന്നത്. അയാൾ അവിടെ 4-5 കൊലക്കേസിൽ പ്രതിയാണത്രേ. ആ കേസിലൊക്കെ അവര് സജിയെ കൂടെ കൊടുക്കുമെന്ന എന്റെ പേടി. അവനെ കൊണ്ടുപോയ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് ആരുമില്ല. ഞാനും എന്റെ മോളും എന്തു ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ അർച്ചനെ. പ്രമീളേച്ചി വിഷമിക്കരുത്. ഞാൻ അർച്ചനയുടെ കാല് പിടിക്കാം. ഇപ്പോഴത്തെ കേസിൽ നിന്ന് എന്റെ മോനെ ഒന്ന് ഒഴിവാക്കി തരണം. ഞാൻ അർച്ചനയുടെ കാല് പിടിക്കാം. ഇപ്പോഴത്തെ കേസിൽ നിന്ന് എന്റെ മോനെ ഒന്ന് ഒഴിവാക്കി തരണം. എന്നെ എന്റെ മോളെ ഓർത്തെങ്കിലും അർച്ചന അത് ചെയ്യണം. പുറത്തെവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് കുടുംബം നോക്കാനുള്ള മനസ്സ് അവനുണ്ട്. ചിറ്റപ്പനോട് സംസാരിച്ച് കേസിൽ നിന്ന് സജിയെ ഞാൻ ഒഴിവാക്കി തരാം. എന്നാ വലിയ ഉപകാരവും. ഒരിക്കലും ഞാൻ അർച്ചനെ മറക്കില്ല. ഈ നാട്ടിലുള്ളവർക്കെല്ലാം ഞങ്ങളോടിപ്പോ വെറുപ്പാ. പ്രമീളേച്ചി ചെന്ന് ഈശ്വരനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതിനുള്ള ഫലം ഉണ്ടാവും. ഞാൻ അവനെ കൊണ്ട് രാജപ്പൻ ചേട്ടനെ കാണാൻ വരാം. അയ്യോ, അതൊന്നും വേണ്ട. അവന്റെ അഭിമാനം കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ. അവന്റെ അനിയത്തിയുടെ മാനം എന്റെ അനിയത്തിമാർക്കും ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കിയാൽ മതി. മാമ്പിളി,
സുധി, നീ തിരിച്ചെത്തിയോ? ഞാൻ മാത്രമല്ല, നിരഞ്ജനിയും മോനും കൂടെയുണ്ട്. നിങ്ങളിപ്പോ പെരുമ്പടപ്പിലുണ്ടോ? ഞാനെന്തിനാ അങ്ങോട്ട് വരണം? ഞാൻ തിരിച്ചു വന്നത് തന്നെ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ. അതിന് പറ്റിയത് എറണാകുളത്ത് നിൽക്കുന്നതാ. ഞങ്ങള് പാലാരിവട്ടത്തെ വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടി പോവാ. അത് കൊള്ളാടാ. ഇനിയുള്ള നമ്മുടെ നീക്കങ്ങൾ അവിടെ വെച്ച് മതി. നീ വന്നെന്ന് കേട്ടപ്പോഴാ മനസ്സൊന്ന് ഉഷാറായത്. അർച്ചനെ നമ്മൾ കണ്ടെത്തിയിരിക്കും.